ജനുവരിയിലെ കേരളത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? സൗമൻ സെൻ. പ്രഥമ സംസ്ഥാന രജിസ്ട്രേഷൻ ദിനാചരണം നടന്നതെവിടെ? അഞ്ചരക്കണ്ടി. ചീന കൊട്ടാരം സ്ഥിതി ചെയ്യുന്നതെവിടെയാണ്? കൊല്ലം ജില്ലയിൽ. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയതാര്? അരുന്ധതി റോയ്. പി കുഞ്ഞിരാമൻ നായരുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ഡോക്യുമെന്ററി ഏതാണ്? കസ്തൂരിമാൻ. 2026 ജനുവരിയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച പ്രമുഖ കേരള അത്ലറ്റിക് താരം ആരാണ്? ജിൻസൺ ജോൺസൺ. വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിനായി ഒരു മത്സരത്തിൽ കൂടുതൽ സിക്സറുകൾ നേടിയ താരം വിഷ്ണു വിനോദ്. 2026 ജനുവരിയിൽ അന്തരിച്ച മുൻ മന്ത്രി ആരാണ്? VK ഇബ്രാഹിം കുഞ്ഞ്. 2025-26 അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി തൃശൂർ. സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം കേന്ദ്രം നിലവിൽ വന്നതെവിടെ? കൊട്ടാരക്കര. രാജ്യത്തെ ബ്ലോക്ക് ചെയിൻ സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യ പബ്ലിക് സർവീസ് കമ്മീഷൻ ഏതാണ്? കേരള PSC. കാലിക്കറ്റ് സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി നിയമിതനായത് ആര്? ഡോക്ടർ P രവീന്ദ്രൻ. തദ്ദേശ സ്ഥാപന ഓംബുഡ്സ്മാനായി നിയമിതനാകുന്നത് ബാബു മാത്യു P ജോസഫ്. 7ാമത് ഇന്ത്യൻ ഇന്റർനാഷണൽ CVയുടെ എക്സ്പോ ആൻഡ് ഉച്ചകോടിയുടെ വേദി കൊച്ചി. കേരള ഹൈക്കോടതിയുടെ റിട്ടയർഡ് ജഡ്ജി A ലക്ഷ്മിക്കുട്ടി അന്തരിച്ചു. അടുത്തിടെ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ വ്യക്തി ആരാണ്? പ്രൊഫസർ AD മുസ്തഫ. കേരള സർക്കാരിൻ്റെ 2024 എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് വകുപ്പിലെ മികച്ച റിപ്പോർട്ടിനുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് ജില്ലയ്ക്കാണ്? കണ്ണൂർ. സംസ്ഥാനത്തെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ്? മാങ്ങാട്ടിടം, കണ്ണൂർ. കേരളത്തിലെ കാർഷിക ഇൻഷുറൻസ് വർഷമായി ആചരിക്കുന്ന ഏത് വർഷമാണ്? 2025-2026.